നമസ്കാരം. നമസ്കാരം. അടിപൊളിയായിട്ട് വൺ സ്മാർട്ട് ആയിട്ടാണല്ലോ ശ്രീകാര്യത്ത് നിന്ന് വരുന്നു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലേ? തിരുവനന്തപുരത്ത് തന്നെയാണ്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എന്നാ ചെയ്യുന്നത്? ഞാൻ ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് സർവീസ് ടെക്നീഷ്യൻ ആണ്. പ്ലസ് അതിന്റെ കൂടെ ഇതുപോലെ മിമിക്രി പരിപാടി ചെയ്യാറുണ്ട്. അടിപൊളി. ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണോ? തിരുവനന്തപുരത്ത് തന്നെയാണ്. ശരി, അപ്പൊ ഇന്ന് വോയിസസ് ആണോ എടുക്കുന്നത്? അതെ അതെ അതെ. ഞാൻ 5 മിനിറ്റിൽ കുറച്ച് താരങ്ങൾക്ക് സ്പോട്ട് ഡബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓ, സ്പോട്ട് ഡബിംഗ് ആണ്. 5 മിനിറ്റിൽ എത്ര എണ്ണം ഉണ്ടെന്നുണ്ടോ? അതൊരു സസ്പെൻസ് ആണ്. സസ്പെൻസ് ആണ്. അപ്പൊ എന്റെ സ്ഥലം ഇവിടെ അല്ല, അവിടെയാണ്. അതുപോലെ തന്നെ താങ്കളുടെ സ്പോട്ട് എവിടെയാണെന്ന് അറിയാലോ? പൊളിക്കാം. ശരി, പ്ലീസ്. താങ്ക് യു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കുവാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചെടുക്കുവാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളെ ഒരു രോഗിയാക്കും, ഒരു വലിയ രോഗി. നിങ്ങൾ ഇതുവരെ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ആ ചോദ്യങ്ങൾക്ക് ഞാനും തിരിച്ചു ചോദിക്കുകയാണ്. എൻ്റെ സ്കൂട്ടർ മോടിച്ചുകൊണ്ട് പോയതിന് ആദ്യം നിങ്ങൾ സമാധാനം പറയണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റാരോടും പറയില്ലെന്ന് ഭഗവതിയെ മുൻനിർത്തി സത്യം ചെയ്യാമോ? സത്യം. അവൻ വെറും ഒരു കാര്യസ്ഥനല്ല, എന്റെ പേരക്കുട്ടിയാണ്. അവൻ നമുക്ക് വേണ്ടി സേവനം ചെയ്തു അല്ലേ? ഇവന്റെ മുതലാളിയെ വഞ്ചിച്ചിട്ടില്ലേ? അവൻ നമുക്ക് വേണ്ടി സേവനം ചെയ്ത് ഇന്നലെ വരെ പാല് കൊടുത്ത കൈക്കല്ലേ അവൻ തിരിഞ്ഞു കൊത്തിയത്. നാളെ അവൻ എന്നെയും കൊത്താൻ മടിക്കില്ല. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നുമില്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. പണത്തിന്റെ ബാധ്യതകൾ തീർന്നാൽ പിന്നെ ഇവിടെ ആരും കൊച്ചുദ്രേശ്യ തിരിഞ്ഞു വന്നേക്കരുത്. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവനും. കൊള്ളാം, ഇവനാള് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ഇവിടെ നല്ല നാടൻ ചീരര വിത്ത് കിട്ടുന്നു കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനുണ്ട്. ശേഖരന് വേണാവോ? കാശ് സമ്പാദിച്ച് പണക്കാരനാകാമെന്ന് വെച്ചാ ഭൂത്ത് തരച്ച് കുഴീഭവത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് കുതിര കളിക്കുന്ന കിട്ടിയ ഊട്ടി ചട്ടി അത്രേ ഉള്ളൂ. 33,000 കുലുവ ഇത് പൊക്കി പിടിച്ചോണ്ട് എന്റെ മുമ്പേ വരെ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എടുത്തോണ്ട് പോടെ. പലിശ സഹിതം 4,10,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതിക്കാൻ പറ്റില്ല സക്കർവായി. നിങ്ങൾക്ക് എന്ത് പറ്റുമോ? ഊട്ടി കൊടുക്കാൻ പറ്റുമോ സക്കറാലിക്ക്? നിങ്ങളാകുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും ചില സ്ത്രീകളുമായ അതൊക്കെ ഉണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതൊക്കെ സെറീനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു പെണ്ണിന് പറഞ്ഞാൽ മനസ്സിലാവും. SLC 4 പ്രാവശ്യം എഴുതി തൊട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്റെ ഭാര്യ ശവത്തിന് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവൂ. കുറച്ച് തീരാ ചാന്തമെട്ടത്തി വരാല് ഉടമ്പടി ഇട്ട് വെച്ചാ മതി, കലക്കും. പള്ളിയിൽ കൊച്ചുപ്പയുടെ പണി കൊയിലൂത്തല്ല. ദൂരായിട്ട് പള്ളിക്കുരുമാനിക്ക് കൈശകാത്തിന് എത്താത്തവൻ പള്ളി വണ്ടിയിൽ വായിക്കണ്ട. സത്യം പറയണം, നിങ്ങൾ ആരാണ്? ഞാൻ പറയാ അച്ചുവേട്ടാ, എന്റെ ഏട്ടിനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ. റൈറ്റ്? ബ്രാങ്കോസി റിട്ടയർ ആവാൻ 3 മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലബിലെ റമ്മി കളിച്ച് ലൈറ്റായിട്ട് വരളുന്ന വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബിയെ, ഈ ഗ്യാലറി നമുക്കെതിരാണല്ലോ. ഈ അയ്യപ്പനാട് ബോറി എടുക്കാറായോ? അതെ, എന്റെ ഉമ്മ എനിക്ക് പെണ്ണാലോചിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ട പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടി. എനിക്കറിയാം പോട്ടാ. പക്ഷെ ആ പെണ്ണിനെ സ്നേഹിക്കുന്ന എനിക്ക് 1000 എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. സാറി പറഞ്ഞ 2 കാര്യത്തിനും എനിക്ക് സാറിന്റെ ഒത്താശ വേണ്ട. മേനോൻസാരും മേഹര സ്കൂളിൽ പിന്നെ കേസ് വെക്കാനായിരുന്നല്ലേ. അവിടുത്തെ SF പിള്ളേരേടി അവസാനത്തേതാണെന്ന് കരുതരുത്. യാറും സാർ ഇന്ന സന്നാനം വെറും കറുവി സാർ. இன்னைக்கு சேரில் கையில் பவர் இருக்கிறவரெல்லாம் சந்தானண்ணா. நான் அவனை கொல்லணும்னா எனக்கே உயிரை விட்டு போயிட்டுருப்பேன் சார். நீங்க என்ன பண்ணோம்? வெளியே போய் ரைட்ல போனீங்க. டாக்டர் தர்மலிங்கம் வந்து പറഞ്ഞ ஒருத்தருப்பாரு. அந்த சப்ஜெக்ட் எடுக்கும்போது நான் காலேஜுக்கு போகல. വയലൻസ് വയലൻസ് വയലൻസ്
I don't like it. I avoid it. Violence likes me. I can't avoid. That's the rules with the jungle. எவன் பசியோடு இருக்காங்களோ அவளை அவ்வளவு தடுக்கவே முடியாது. திரும்ப ஆரம்பிக்கிற ஸ்கிராச்ல இருந்து. நாளைக்கு day one. அவருக்கு தலைவை கொண்டு வரணும். That's a lifetime settlement. Creativity leads to thinking. Thinking provides knowledge. Knowledge makes you great. Vande Mataram. വന്ദേ മാതരം. അതെ, ഞാൻ എണ്ണി കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. 5 മിനിറ്റ് കൊണ്ട് എത്ര സ്റ്റാർസിന്റെ വോയിസ് ആണ് ഞാൻ പറയട്ടെ. എനിക്ക് 20-21 പോയോ? അതായത് 27 അടുപ്പിച്ച് പോയി. ആണ്, അതാ പറഞ്ഞ എന്റെ എണ്ണ തെറ്റിപ്പോയി, ഇടയ്ക്ക് എവിടേക്കോ പോയി. പക്ഷെ എന്നാലും എണ്ണി ഞാൻ അത്ര എത്തി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് 21 എന്നുള്ള വന്നിട്ടുണ്ടെങ്കിൽ യു നോ വിച്ച് ഇസ് കറക്റ്റ്. 27 27 പേരുടെ വോയിസ് ആണ് ഇവിടെ ബാക്ക് ടു ബാക്ക് ചെയ്തത്. ഗംഭീരമായിരുന്നു. സനോജേ പൊളിച്ച് ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിച്ചു കളഞ്ഞു. അതായത് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് സനോജന് കിട്ടിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എഫക്ട്സും അതിൻ്റെ ചേഞ്ച് ഓവർ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് ആ ഒരു പഞ്ചുണ്ട്. ഒരു ഐറ്റം കഴിഞ്ഞ അടുത്ത ഐറ്റത്തിലേക്കുള്ള ആ ഒരു സ്വിഷ് വോയിസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് മൈൻഡിൽ ഇന്ന വിഷ്വലാണ് ഇന്ന വിഷ്വൽ ഇത്ര എനിക്ക് തോന്നുന്നു ഈ 5 മിനിറ്റിനുള്ളിൽ 27 പേര് ചെയ്തെന്ന് പറയുമ്പോൾ 27 പേരുടെയും ആ ഓർഡറും കൂടി മനസ്സിൽ കിടക്കണം അല്ലേ? അത് നമ്മളൊരു ബ്ലാങ്ക് ഫ്രെയിമിൽ നിന്നാണ് ഈ ഇപ്പോൾ ഇമ്മീഡിയറ്റ് വന്ന് നിൽക്കുന്നത്. അത് ആ മെമ്മറിയും അതിൻ്റെ കൂടെ തന്നെ വോയിസ് മെമ്മറിയും എല്ലാ മെമ്മറിയും കൂടി അല്ലേ അടിച്ചു പോകും. നമ്മളൊക്കെ ഈ പറഞ്ഞ ആലോചിച്ചു. ഗ്രേറ്റ്, താങ്ക് യു സാർ. അല്ലെങ്കിൽ ചേട്ടാ സനോജ് ചേട്ടാ പൊളിച്ചടുക്കികളെ പറഞ്ഞ പോലെ തന്നെ. കാരണം ഓരോയിടത്തും പവർ കുറഞ്ഞില്ല. പവർ പാക്ഡ് എന്ന് പറയില്ലേ, നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അത്ര നിശ്ചയമുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്ര ഭംഗിയായിട്ട് ആ ലിപ്പ് പോകാതെ ഓരോന്ന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഞെട്ടിച്ച് കളഞ്ഞ നസീർ സാറിനെ ഒരുപാട് പേര് അനുകരിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ എന്താ പറയുന്നത്, ആ കറക്റ്റ് മോഡുലേഷനായിരുന്നു. അത് ഭയങ്കര രസമായിട്ട്. പിന്നെ അതുപോലെ ഓരോരുത്തരും പിന്നെ എടുത്തു പറയാം. അതുപോലെ ഷീലാമ്മയുടെ ശബ്ദമൊക്കെ ഈ ഒരു പോക്കില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 1-2 താരങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാനും ആഡ് ചെയ്യുന്നത് വെച്ചാൽ അബ്ദുൽ കലാം സാറിനെ ഞാൻ അങ്ങനെ ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ അല്ലാണ്ട് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിരുന്നു. ഇതിനിടയിൽ 2-3 സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ മനോഹരപ്പെട്ടു. അപ്പം ഞാൻ ഇതിനിടയിൽ നിന്നിട്ട് ഇങ്ങനെ സനൂജിലേക്കൊന്ന് പോയി. സനൂജ് ഇങ്ങനെ നിൽക്കുകയാണ് തീപ്പൊരി പോലെ. ആ പവർ വിടാതെ ഒരു താരത്തെ പോലും താഴ്ത്തി കളഞ്ഞിട്ടില്ല. ഒരേ ലെവൽ നല്ല ആ ത്രോട്ട് ഫുള്ളെടുത്ത് എഫർട്ട് ഫുള്ളെടുത്ത് ചെയ്തിട്ടുണ്ട്. നന്നായി സനോജ്. ഇത്തരത്തിലുള്ള പ്രകടനമുള്ള കലാകാരന്മാർ തന്നെയാണ് താരവിളയാട്ടം എന്ന് പറയുന്ന പരിപാടിയിൽ ഞങ്ങൾ കാത്തിരിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. എല്ലാ ആശംസകളും കേട്ടോ. ചേട്ടാ സനോജ് സാർ ഒരു സഹായം ചെയ്യുമോ? എന്താണ് ചേട്ടാ? ഇങ്ങോട്ട് വാ, ചെല്ലു ഓടി വാ. എന്നും നിന്റെ മൊയ്തീൻ ഞാൻ അഭിനയിച്ച പടത്തിൽ ആ വോയിസ് എടുത്ത് ഒരു മേലാണ് ഫീമെയിലാണ് ചെയ്തത്. മോസ്റ്റ് പെർഫെക്റ്റ് വോയിസ് സൂര്യ വോയിസ് ആയിരുന്നു. റോളക്സിന്റെ സംഭവം അത് എനിക്ക് വേണ്ടി ഒന്നുകൂടെ പറയുമോ? നാളേക്ക് day one അവർക്ക് தலைவன் கொண்டு வரணும். That's a lifetime settlement. ലൈഫ് ടൈം സെറ്റിൽമെന്റ്.